ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനന്തപുരിയിൽ ഇപ്പോൾ ചന്തുമോളുടെ പിറന്നാൾ വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആദർശും നയനയും. അതേസമയത്ത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ആകെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ കുളമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അനന്തപുരിയിലുണ്ട്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ നമ്മുടെ നവ്യ അബിയുമാണ്. സ്വന്തം കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിയാമെങ്കിൽ കൂടിയും അബിയും ആ കുഞ്ഞിനോട് ഒരു മനസ്സിലും കാണിക്കുന്നില്ല കേട്ടോ. പകരം ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അതുപോലെയൊക്കെ ഉപദ്രവിക്കുന്നുമുണ്ട്. പകരം നവ്യെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ആദർശനെയും നയനെയും വിമർശിക്കുന്നുമുണ്ട്. പോരാത്തതിന് ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒന്നും ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ദിവസം രാവിലെ തന്നെ ചന്തുമോളെ റെഡിയാക്കിക്കൊണ്ട് നയനയും ആദർശും അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ അമ്പലത്തിൽ വെച്ച് ഇവർ നമ്മുടെ കനകയെ കാണുകയാണ്. കനകയ്ക്കാണെങ്കിൽ ചന്തുമോളെ കാണുന്നത് തന്നെ കലിയാണ്. അതുപോലെ തന്നെയാണ് ആദർശിനെയും. തൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൻ്റെ വിഷമമാണ് നമ്മുടെ കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദർശിനെ കണ്ടിട്ടും കനക അങ്ങോട്ട് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പകരം നയനെ സംസാരിക്കുമ്പോഴാകട്ടെ ഭയങ്കര ദേഷ്യത്തോടെയാണ് കനക ഓരോ കാര്യങ്ങളും പറയുന്നതും. ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ നയനെ പറയുന്നുണ്ടെങ്കിലും കനക അതൊന്നും അങ്ങോട്ടേക്ക് അംഗീകരിക്കുന്നുമില്ല കേട്ടോ. ആദർശിനെ കൂടുതൽ കുറ്റപ്പെടുത്തുകയാണ് കനക ചെയ്യുന്നത്. നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആദർശേട്ടനെ ന്യായീകരിക്കില്ലായിരുന്നു അമ്മേ, ഒപ്പം നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലമ്മേ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കനക ചോദിക്കുകയാണ്, ദേ നയനമോളെ, നീ ഇനി ഇതേപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ആദർശ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ മാറ്റി പറയാൻ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് ശരിക്കും എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആദർശിൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ഉത്തരമില്ല കേട്ടോ. കനക പറയുന്നുണ്ട്, കണ്ടോ, അത് ചോദിക്കുമ്പോൾ മാത്രം നിനക്ക് മിണ്ടാട്ടുമില്ല. എന്തായാലും ശരി, ഇത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മോളെ. ഈ കൊച്ചിൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ തന്നെയല്ലേ ഉള്ളത്. അവളെങ്ങാനും ഇനി എണ്ണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്താവുമെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? അതുപോലെ നിനക്ക് നിന്റെ ജീവിതത്തെ പറ്റി വല്ല ബോധമുണ്ടോ നയനമോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ചന്തുമോളെ ഞാൻ ഇനി ഒരിക്കലും കൈവിടില്ല അമ്മേ. അതുപോലെ തന്നെ ആദർശേട്ടനെയും ഞാൻ ഇനി കുറ്റപ്പെടുത്തില്ല. എനിക്ക് ആദർശേട്ടനെ നന്നായി അറിയാമെന്ന് പറയുമ്പോഴേക്കും തന്നെ കനയ്ക്ക് ഇങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഇനി നിന്നോട് എനിക്കൊന്നും പറയാനില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുന്നുണ്ട്. നയനയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. ആദർശം നയനയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനോടും അമ്മയോടുമെങ്കിലും സത്യങ്ങളൊക്കെ പറയാമായിരുന്നു എന്ന്. ഇന്നല്ലെങ്കിൽ നാളെ അവരിതൊക്കെ അറിയേണ്ടതല്ലേ എന്ന്. നവീച്ചയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ മൂടി വയ്ക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അബിയെ ഒരു പാഠം തന്നെ പഠിപ്പിച്ചേനെ. അച്ഛനും അമ്മയും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നും പറയുകയാണ് കേട്ടോ നയന. ആദർശ് പറയുന്നുണ്ട്, സാരമില്ല, ഇന്നത്തെ ഫംഗ്ഷൻ നമുക്ക് അടിപൊളിയാക്കണം, ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അനന്തപുരിയിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും നവിക്കും അബിക്കും ആണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ തന്നെ അവർ നന്ദാവനത്തിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ചന്തുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നയന തന്നെ മുൻകൈ എടുക്കുന്നത് നവിക്ക് അങ്ങോട്ടേക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോഴാണ് ആദർശ് നയനയും ചന്തുമോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെ കാണുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, ചേച്ചി ഇത് എവിടോട്ട് പോവുക എന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയല്ലേ, ആ സമയത്ത് ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോവാന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ കൂടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടാത്ത പരിഗണനയാണ് ഇവക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഇവിടെ മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നയനയ്ക്കും ആദർശനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, നിൽക്കാത്തവരൊന്നും ഇവിടെ നിൽക്കണമെന്നില്ല. ഇനി ആരും ഇവിടെ പിടിച്ച് നിർത്താനും ശ്രമിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, എൻ്റെ നയനെ, നിനക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് നിനക്കും അറിയാവുന്നതല്ലേ. പിന്നെ നീ എന്തിനാ ഇവക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഈ വീട്ടിലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം ചേച്ചി. ചേച്ചി ഇനി ഇത് പറഞ്ഞ് അവരെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ നയന. അപ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും അവിടെ പോയി പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഞാൻ പറയാതെ തന്നെ അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെയാ ഇപ്പം നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളെന്നൊക്കെ നയനനെ കുറ്റപ്പെടുത്തി നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ പിന്നെയും ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷൻ കൂടാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ നിന്ന് പോകാൻ ഇറങ്ങിയവർക്ക് പോകാം എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുകയാണ്. ആദർശിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മറുപടി നമ്മുടെ നവ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ഫംഗ്ഷൻ അടിച്ചു പൊളിച്ചു നിന്നോ, ഞങ്ങൾ എന്തായാലും ഇവിടെ കാണില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അതോടൊപ്പം നയനയോടും ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നവ്യ അബിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്.
ഇതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുന്ന ചന്തുമോളോട് ആദർശ് നയനയും കൂടെ പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഇതൊന്നും മോള് കാര്യമാക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സത്യങ്ങളൊന്നും അറിയാതെയാ നവ്യേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നയന പറയുമ്പോഴേക്കും, എന്നാൽ ആ കൂടെ പോകുന്നവനെ എല്ലാ സത്യങ്ങളും അറിയാവുന്നതല്ലേ, എന്നിട്ടാ അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ആദർശ്. ഇന്നത്തെ ദിവസം അവൻ ഇവിടെ കാണേണ്ടതല്ലേ, എന്നിട്ടാ അവൻ കാണിച്ചതൊക്കെ കണ്ടോ നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അബിയും കൂടെ കാറിൽ കയറി പോകുമ്പോഴേക്കും തന്നെ നവ്യ അബിയോട് പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറെ ഒരു സ്ഥലം വരെ പോകണമെന്ന്. അബി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണെന്ന്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എനിക്ക് ആദർശിൻ്റെ മുൻകാമുകിയെ ഒന്ന് കാണണമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ആകെ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അബി ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താ എവിടെ പോകണമെന്ന് നീ പറഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ചന്തുമോളുടെ അമ്മയുടെ അടുത്തോട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ പെൺകുട്ടി ഇപ്പോൾ തളർന്ന് കിടക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അബിക്കാണെങ്കിൽ ആകെപ്പാടെ വെപ്രാളാവുകയാണ് കേട്ടോ. നീ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ അബി. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളേ, നമ്മൾ നിൻ്റെ വീട്ടിലോട്ട് പോകാനല്ലേ ഇറങ്ങിയത്, കുഞ്ഞിനെയും കൊണ്ട് അവിടെയൊക്കെ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം, അവിടേക്ക് ഇപ്പോൾ പോയാൽ എന്താ, ഞാൻ അവിടെ പോകുന്നത് അവളെ സങ്കടപ്പെടുത്താനൊന്നും അല്ലല്ലോ, എന്നാലും എനിക്കൊന്ന് അവളെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ. അബിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ്. ഇനി അവിടെ ചെന്നാൽ അവൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ പണിയാകുമല്ലോ, എല്ലാ സത്യങ്ങളും ഇവൾ അറിയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അബി. അബി അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്നാലും നവ്യ വിടുന്നില്ല. നവ്യ എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അനഘയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ അനഘയുടെ അടുക്കലേക്ക് പോവുകയാണ്. അനഘയുടെ അടുക്കലേക്ക് വന്നിട്ട് നവ്യ പറയുന്നുണ്ട്, ഇവളെ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്, പിന്നെന്തിനാ ഇവളെ ആദർശേട്ടൻ ഒഴിവാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അബി പറയുന്നുണ്ട്, അയാളുടെ കാര്യം ആർക്കറിയാം, അല്ലെങ്കിലും അയാൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ, പുറമേ നല്ല വെള്ള ചമഞ്ഞിട്ടാ അയാൾ ഇമ്മാതിരി പണിയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശനെ കുറ്റപ്പെടുത്തുകയാണ് അബി. അനഘയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരക്ഷരം മിണ്ടാനോ പ്രതികരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഇപ്പോൾ. കരയല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അനഘയ്ക്കും. നവ്യ പറയുന്നുണ്ട്, ആദർശിൻ്റെയും എൻ്റെ അനിയത്തി നയനയുടെയും കല്യാണത്തിന് മുന്നേ കൂട്ടി ചന്തുമോളെയും കൂട്ടി അങ്ങോട്ടേക്ക് അനന്തപുരിയിലോട്ട് വന്നിരുന്നെങ്കിൽ, എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ കിടക്കുന്ന നിന്നോട് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക, എൻ്റെ അനിയത്തി ഒരു പാവമാണ്, അയാളെ അവൾ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ ഇത്ര ദുഷിച്ച മനസ്സുള്ള ഒരാളാണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല. ചന്തുമോളെ സ്വന്തം കുഞ്ഞായി ഏറ്റെടുത്ത് അവളിപ്പോൾ അതിനെ നോക്കുകയാണ്. എന്നാലും സ്നേഹിച്ച് ചതിച്ച ആളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നവ്യ. അബിയും നല്ല മനുഷ്യനെ പോലെ തന്നെ നവ്യയുടെ കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇനി അതും ഇതും പറഞ്ഞ് ഈ കുട്ടീനെ പിന്നെയും വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നവ്യയോട്. നവ്യ പറയുകയാണ്, എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾ എന്നെപ്പോലെയല്ല, അവളെപ്പോലെ ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഇത് അനന്തപുരിയിൽ വലിയൊരു ചർച്ചയാകാത്തത്. അവളെല്ലാം ക്ഷമിച്ചും സഹിച്ചും അയാളുടെ കൂടെ നിൽക്കുന്നത് അവളുടെ മനസ്സിലെ നന്മ കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം എന്താകുമായിരുന്നു അവസ്ഥ, കാട്ടുതീ പോലെ ഇതങ്ങ് പടരുമായിരുന്നു, കേസും കോടതിയും ഒക്കെ ആയിട്ട് അനന്തപുരി തറവാട്ടിന് മൊത്തത്തിൽ തന്നെ അതൊരു നാണക്കേടായനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അഭി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ കാരണവരെ എല്ലാം പെട്ടെന്ന് ഒതുക്കി തീർത്തത്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു അവിടുത്തെ കളികളൊക്കെ, മാനിനെ പോലെ നടന്നിരുന്ന അയാളുടെ മുഖംമൂടി വലിച്ചു കീറുന്ന കാണാമായിരുന്നൊക്കെ പറയുകയാണ് കേട്ടോ. നേരത്തേക്ക് നമ്മുടെ അനഘയോട് നവ്യ പറയുകയാണ്, ഇന്ന് ചന്തുമോളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ കുഞ്ഞിനേക്കാൾ പ്രാധാന്യം അനഘയുടെ കുഞ്ഞിന് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനഘയ്ക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ആ ഫംഗ്ഷനിൽ നിന്നില്ല, ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അനഘയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നതെന്നൊക്കെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും അനഘയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ ഏട്ടൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അബി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇവളെന്തിനാ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വരെ നമ്മുടെ അബി ഓർക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, സ്വന്തം തെറ്റുകളൊക്കെ മൂടിക്കെട്ടാൻ, അനഘ സത്യങ്ങളൊന്നും ആരോടും വിളിച്ച് പറയാതിരിക്കാനായിട്ട് അയാൾ തന്നെ തളർത്തി കിടത്തിയതായിരിക്കുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അബി പറയുന്നുണ്ട്, ആ വഴിയൊന്നും ഞാൻ ചിന്തിച്ചില്ല നവ്യ എന്ന്. ഈ ലോകത്ത് ആൾക്കാർ ക്രൂരമായ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം തെറ്റുകളൊക്കെ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ. അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാനും മടി കാണിക്കില്ല, അതാ സത്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അബിയുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നിട്ട് അബി പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ അനഘയ്ക്ക് സീരിയസ് ആയ അസുഖമുണ്ടെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് ശരീരം തളർന്നു പോയതെന്നും പറയുകയാണ് അബി. അപ്പം നവ്യ പറയുന്നുണ്ട്, എങ്ങനെ തളരാതിരിക്കും, അതുപോലെയുള്ള ചതികളല്ലേ സ്നേഹിച്ചിട്ട് ചെയ്യുന്നത്, ചിലപ്പോഴൊക്കെ മനസ്സിനേൽക്കുന്ന ആഘാതമാണ് ശരീരത്തെയും ബാധിക്കുന്നതെന്ന് പറയുകയാണ്.
എനിക്ക് അനഘയോട് ഒരു ദേഷ്യവുമില്ല. പക്ഷേ എൻ്റെ അനിയത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുകയാണ്. അവളൊരു പാവമ്മ. ഭർത്താവിനെ അവൾ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എന്നിട്ടിപ്പോൾ അയാൾ അനഘയെ പോലെ തന്നെ അവളെയും വഞ്ചിച്ചിരിക്കുമല്ലേ. ആദർശധീരനായ ആദർശ് എന്ന് പറയുന്ന ആള്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ കുറച്ച് സമയം അനഘയുടെ അടുത്ത് ചിലവഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ നന്ദാവനത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നന്ദാവനത്തിലോട്ട് ഇവർ രണ്ടുപേരും കയറി പോകുമ്പോഴേക്കും തന്നെ കനക വന്നിട്ട് നവ്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നവ്യ പറയുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ അവിടെ ഇപ്പോൾ ആരുമില്ല, ഇവിടെയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഇന്ന് ചന്ദമോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഫംഗ്ഷൻ നടക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് വന്നു എന്ന് പറയുകയാണ് കേട്ടോ അഭിയും നവ്യയും കൂടെ. അങ്ങനെ അഭിയും നവ്യയും കൂടെ അവരെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകയും രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അമ്പലത്തിൽ വെച്ച് ഞാൻ ആ കൊച്ചിനെയും ആ കൊച്ചിൻ്റെ അച്ഛനെയും അതിൻ്റെ വളർത്തമ്മേനെയും കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതിന് നയന ഇപ്പം വളർത്തമ്മയല്ല, അവൾ സ്വന്തം അമ്മ തന്നെയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയാ അവളിപ്പോൾ അവിടെ ജീവിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് കേട്ടോ നവ്യ മോളെ, അതിൽ ഞാനിപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ മൈൻഡ് ചെയ്യാത്തതിൽ അവൾക്ക് വിഷമമെന്ന്. അപ്പോൾ നവ്യം പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അമ്മേ, ഇങ്ങനെ ഒരു സംഭവം നടന്നേ പിന്നെ ഞങ്ങളാരും അയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ നവ്യം പറയുന്നുണ്ട്. പക്ഷേ അയാൾ എന്ത് ചെയ്താലും അവിടെയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. അയാളെയും അയാളുടെ കുഞ്ഞിനെയും എല്ലാവരും ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതാ ഇപ്പം അവിടുത്തെ കളി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്നെയാണ് എല്ലാവരും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ആദർശിനെ ആർക്കും അറിയില്ല. ഇപ്പം കണ്ടില്ലേ കാര്യങ്ങളൊക്കെ, അവൻ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ മിടുക്കനാ. അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്യാൻ അവിടെ ആർക്കും മടിയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അഭി. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്ന വഴി ആ ചന്തുമോളുടെ അമ്മയെ കാണാൻ കയറിയായിരുന്നു. അല്ല, ആ കുട്ടിയെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ലവനെ പോലെ അഭിനയിച്ച ആ കുട്ടിയെ ചതിച്ചതല്ലേ ആദർശ് എന്ന് പറയുന്ന മാന്യൻ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനഘയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കനക ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നയനമോൾ അയാളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്ന് മനസ്സിലായപ്പോൾ അയാൾ എന്തൊക്കെയോ പറഞ്ഞ് ഏട്ടത്തിയെ വശപ്പെടുത്തി വെച്ചേക്കുന്ന അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ ആദ്യമൊക്കെ ആദർശേട്ടനെ കുറേ വിമർശിക്കുകയും മിണ്ടാതെ നടക്കുകയൊക്കെ ചെയ്താണ് അമ്മായിയും. എന്നിട്ട് ഇപ്പോഴോ നയനയും അമ്മായിയൊക്കെ ഇപ്പം അയാളുടെ കൂടെ തന്നെയാണ്, അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, ഇന്ന് അവിടെ നടക്കുന്ന ബർത്ത്ഡേ ഫംഗ്ഷനില്ലേ, അവൾ ഞങ്ങളെയും ക്ഷണിച്ചായിരുന്നു, ഞാൻ അതിനുള്ള ചുട്ട മറുപടി അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. നവ്യ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതായിരുന്നു അമ്മേ, ആ വീട് മൊത്തം അലങ്കരിക്കാൻ ഓടി നടന്നത് അവളാ, പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, അവൾ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൾ അങ്ങനെയാ മോളെ, അവൾക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. ആരെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വെറുക്കത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കനകയും. എന്നാലും ആദർശ് ചെയ്ത നെറുകേട് എനിക്ക് ഗോവിന്ദേട്ടന് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനക പറയുന്നുണ്ട്. പിന്നെ അനന്തപുരിയിൽ നമ്മുടെ ചന്തുമോളുടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് റെഡിയാക്കുകയാണ് നയന. അങ്ങനെ പുത്തൻ ഉടുപ്പിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ റെഡിയായി ഇരിക്കുകയാണ് നമ്മുടെ ചന്തുമോള്. അതിൻ്റെ ഇടയിലും ആദർശ് നയനും നവ്യച്ചയും അബിയും ഫംഗ്ഷന് കൂടാതെ പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. ഇതേ സമയത്ത് തന്നെ അനാമികയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ഒരു ഫംഗ്ഷനിൽ കൂടാനൊന്നും അവൾക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനാമികയും വേണുവും രേവതിയും ഒക്കെ കൂടി നയനയുടെയും ചന്തുമോളുടെയും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിഞ്ഞു കയറി വന്ന അവളുടെ പിറന്നാളൊക്കെ ഇത്ര ആഡംബരമായി നടത്തുന്നത് എന്തിനാന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, വലിഞ്ഞു കയറി വന്നൊന്നും അല്ലല്ലോ മോളെ, അത് ആദർശിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ എന്ന്. ആരുടെ കുഞ്ഞാണെങ്കിലും അവളുടെ ചേട്ടത്തി പോലും ഇതൊന്നും അംഗീകരിക്കാതെ ഇതൊന്നും കാണാൻ നിൽക്കാതെ അഭിയം കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക. വേണുവും രേവതിയും കൂടെ പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കണം മോളെ, ഇന്നത്തെ ദിവസം മോൾ അതുകൊണ്ട് അവിടെ നിൽക്കാഞ്ഞത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കുകയാണ് അനാമികയെ. അനാമിക പറയുന്നുണ്ട്, എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ആ നയനയെന്ന് പറയുന്നവളാണ്, അവൾ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് അറിയില്ല, അവളുടെ ചേച്ചിയുടെ കൊച്ചിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് അവൾ ആ കൊച്ചിനാ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അത് നല്ലതിനാ മോളെ, ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് അവർ ചേട്ടത്തിയും അനിയത്തിയും കൂടെ തമ്മിൽ തല്ലി പിരിയട്ടെ, അതും നിനക്ക് നല്ലതേ ചെയ്യും മോളെ, അവിടെയാണ് മോളുടെ സാമർത്ഥ്യം കാണിക്കേണ്ടത്, നവ്യനെ ചേർത്ത് പിടിക്കണം, എന്നിട്ട് നയനയ്ക്കെതിരെ പോരാടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് വേണുവും രേവതിയും. അനന്തപുരിയിലാകട്ടെ ജാനകിയും ജലജയും ഇടഞ്ഞ മട്ടിലാണ്. ഫംഗ്ഷനായിട്ട് നമ്മുടെ അജയനും ജയനും ഒക്കെ താഴോട്ട് വരുമ്പോഴേക്കും തന്നെ അവർ നയനയും ആദർശിനെയൊക്കെ കുറ്റപ്പെടുത്തി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവർ രണ്ടാളും തന്നെ അവർക്ക് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുമുണ്ട്.
ഇങ്ങനെയുള്ള ഒരുത്തിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കൂടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ മകനും മരുമകളും എൻ്റെ കൊച്ചുമോനെയും കൊണ്ട് പോയതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകിയും അനാമികയുടെ കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവരതിനൊക്കെ വേണ്ട മറുപടികൾ തന്നെ കൊടുത്ത് രണ്ടുപേരുടെയും വാ അടപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. ജലജയും ജാനകിയും കൂടെ ഇടയ്ക്ക് ഓരോ കുത്തുവാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെയുള്ള മറുപടി ഉടനെ തന്നെ അവർക്ക് നല്ല ചുട്ട മറുപടിയായിട്ട് കിട്ടുന്നുമുണ്ടായിരുന്നു. ചന്തുമോൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്. എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ നവ്യ അഭിയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയത്. ഇതൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. അവളെ ചൂട് പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. എങ്കിലേ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ. അവളും അവളുടെ വീട്ടുകാരും കൂടി ഇതൊക്കെ ഒന്ന് കാണട്ടെ. എന്നിട്ട് മൂത്ത മരുമകനെയും നയന എന്ന് പറയുന്ന ഒരുമ്പട്ടവളെയും കൂടുതൽ വെറുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. അതേസമയത്ത് കനകയാണെങ്കിൽ നവ്യയ്ക്കും അബിക്കും കൂടി വേണ്ടിയിട്ട് ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് നന്ദാവനത്തിൽ. അങ്ങനെ കനകയും ഗോവിന്ദനും അബിയും നവ്യയും ഒക്കെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തേക്കാണ് നവ്യയുടെ ഫോണിലേക്ക് കുറേ മെസ്സേജുകൾ വരുന്നത്. നവ്യ അതെടുത്ത് നോക്കുമ്പോഴേക്കും ആകെ ദേഷ്യം വരികയാണ് നവ്യയ്ക്ക്. ഉടനെ തന്നെ നവ്യ അത് അബിയും കനകയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് ജലജ ഈ എടുത്ത ഫോട്ടോസൊക്കെ നവ്യയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തേക്കുന്നതാണ്. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോഴേക്കും കനയ്ക്ക് അങ്ങ് പിടിവിടുകയാണ്. ചന്തുമോളെ കേക്ക് കട്ട് ചെയ്യിക്കുന്നതും എടുത്തു പിടിച്ച് നയനയും ആദർശമൊക്കെ കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരികയാണ്. ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, ഇനി ഞാൻ അനന്തപുരിയിലേക്ക് ഇല്ല അബി. എന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ അവിടെ ആരുമില്ല. എൻ്റെ കുഞ്ഞിന് അവിടെ ഒരു പ്രാധാന്യവുമില്ല. ആ ചന്തുമോളെ മാത്രം മതി എല്ലാവർക്കും. കണ്ടില്ലേ, വീട് മൊത്തം അലങ്കരിച്ച് നല്ല വിലയെടുപ്പുള്ള സമ്മാനങ്ങളും ഉടുപ്പുകളും ഒക്കെ അവൾക്ക് എല്ലാവരും വാങ്ങി കൊടുത്തിരിക്കുന്നത്. എന്നാലോ എൻ്റെ കുഞ്ഞിനോ? അബിയോട് മാത്രമല്ല ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്, ഇപ്പം എൻ്റെ കുഞ്ഞിനോടും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയാകുമ്പം എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മനസ്സമാധാനവും കിട്ടും. എന്തായാലും അങ്ങോട്ടേക്ക് വരുമ്പോഴുണ്ടായ സന്തോഷമൊന്നും ഇപ്പം എനിക്കില്ല. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അബി പൊയ്ക്കോ. ആരെങ്കിലും ചോദിച്ചാൽ ഈ കാര്യം കൊണ്ട് തന്നെയാണെന്നങ്ങ് പറഞ്ഞാൽ മതി. എൻ്റെ കുഞ്ഞിന് അവിടെ ഒരു പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് വരാത്തതെന്ന് തന്നെ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അനന്തപുരിയിലേക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. അഭി തനിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലുന്നത് കാണുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? അപ്പോഴേക്കും അഭി പറയുകയാണ്, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല അമ്മേ. അങ്ങനത്തെ കാര്യങ്ങളില്ലേ ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. എന്തായാലും അതൊരു കണക്കിന് നല്ലതാമേ. കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. എങ്കിലേ ഇതിൻ്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇതിലും നല്ലൊരു അവസരം നമുക്കിനി കിട്ടാനില്ല. അതുകൊണ്ട് മാക്സിമം നമുക്കിത് മുതലാക്കണം എന്നൊക്കെ അബി ഇങ്ങനെ ജലജയോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജയും ചിന്തിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട്, അമ്മേ ഇന്നിപ്പോൾ ഇവിടെ നടത്തിയ ചന്തുമോൻ്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അമ്മ അയച്ചു തന്ന ഫോട്ടോസ് കണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് അവളും അവളുടെ വീട്ടുകാരും ആകെ ദേഷ്യത്തിലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. അതുപോലെ നയനയോടും ആദർശനോടും അവർക്ക് ഇച്ചിരി വെറുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഇനി അനന്തപുരിയിൽ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു അവസരം മുതലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യനെ ചൂട് പിടിപ്പിച്ച് അനന്തപുരിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അബിയും ജലജയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.